സർ, ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ചൈന മദർഷിപ്പ് ഡ്രോൺ ഇറക്കുന്നു, അമേരിക്ക ഗോൾഡൻ ഡോം ഇറക്കുന്നു എന്നൊക്കെ പറയുന്നു. ഇത് സത്യത്തിൽ ഉള്ളതാണോ? അമേരിക്കയുടെ ഗോൾഡൻ ഡോം എന്ന് പറയുന്ന ഒരു സാറ്റലൈറ്റിനെ ഉപയോഗിച്ച് നിയന്ത്രിക്കാൻ പറ്റുന്ന കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്തതാണ്. അതായത് സൂപ്പർ സോണിക് അല്ലെങ്കിൽ മെഗാസോണിക് മിസൈലുകളെ പോലും അല്ലെങ്കിൽ ഇനി എവിടെ നിന്ന് മിസൈൽ തൊടുക്കാൻ ആലോചിക്കുന്നു അവിടെ പോയി അല്ലെങ്കിൽ ആ സംവിധാനം വരെ കണ്ടെത്തി പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരു സംവിധാനമാണെന്നൊക്കെ പറഞ്ഞാണ് അമേരിക്ക കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞതുപോലെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിനെപ്പറ്റി അമേരിക്കയിൽ തന്നെയുള്ള വലിയ വിദഗ്ധർ പറയുന്നത് ഇതിനെപ്പറ്റി ഒരു ആലോചന നടത്തിയിട്ട് പോലും ഇല്ല. അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. അതിപ്പോ പറച്ചിൽ കേട്ടാത്തൊന്നും ഇത് അവരുടെ നിർമ്മിച്ച് അവരുടെ കയ്യിൽ ഇരിക്കുകയാണെന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെയൊക്കെ പുറകിൽ ഇപ്പൊ അതുപോലെ തന്നെ മദർഷിപ്പ് ഡ്രോൺ എന്ന് പറയുന്ന ഒരു സംവിധാനം, അതായത് മദർഷിപ്പ് ഡ്രോൺ എന്ന് പറഞ്ഞാൽ എന്താ, അതിനകത്ത് കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് നമ്മൾ ഈ പറയുന്ന പോലെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ചൈനയുടെ കയ്യിൽ മദർഷിപ്പ് ഡ്രോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? അതുപോലെ ഇതുപോലെ ഒരു എയർക്രാഫ്റ്റിനകത്ത് എയർക്രാഫ്റ്റ് വരുന്നു, അതിനകത്തു നിന്ന് നൂറുകണക്കിന് ഡ്രോണുകൾ ആ എയർക്രാഫ്റ്റ് സുരക്ഷിതമായിട്ട് അല്ലെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ചെന്ന് നിൽക്കുന്നു. അവിടുന്ന് ഇറക്കുന്ന നൂറുകണക്കിന് ഡ്രോണുകൾ പറന്നു ആ ലക്ഷ്യസ്ഥാനത്തേക്ക് അല്ലെങ്കിൽ അവർ ഉദ്ദേശിച്ച സ്ഥാനത്തിലേക്ക് പോകുന്നു. അപ്പം ഈ ശത്രു രാജ്യത്തിന് തടുക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ഡ്രോണുകൾ വിവിധ മേഖലയിലേക്ക് പോയി നശിപ്പിക്കുന്നു. അതിനകത്ത് പല ടൈപ്പ് ഡ്രോണുകളാണ്, അക്രമ സ്വഭാവമുള്ളത്, നിരീക്ഷണ സ്വഭാവമുള്ളത്, അല്ലെങ്കിൽ എല്ലാ രീതിയിലും ഏതെല്ലാം ഡ്രോണുകളാണ് അവർ ആവശ്യപ്പെടുന്നത് അതെല്ലാം കാണും. അങ്ങനത്തെ ഒരു വലിയ സംവിധാനം ഞങ്ങൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഈ കാര്യങ്ങളെല്ലാം ഏകദേശം മുക്കാലും ആയിക്കഴിഞ്ഞു. AI സംവിധാനത്തിൽ കൂടി ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനൊരു പേരെന്ന് പറഞ്ഞാൽ സിയാൻ SSUAV എന്നൊക്കെ പറഞ്ഞാണ് അതിന്റെ പേരും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഈ പറയുന്ന കാര്യങ്ങൾക്കകത്ത് നമ്മൾക്ക് വിശ്വസിക്കാനും അല്ലെങ്കിൽ വിശ്വസിക്കാതിരിക്കാനും ഈ പറഞ്ഞ പോലെ പൊങ്ങത്തരമാണോ പറയുന്നതെന്ന് ചോദിച്ചാൽ ഇപ്പൊ അത് കേൾക്കുമ്പോൾ ഒരു പൊങ്ങത്തരം എന്നുള്ളതേ ഉള്ളൂ. ഇങ്ങനത്തെ ഒരു സാധനം ഡെവലപ്പ് ചെയ്തിട്ടില്ല. മാത്രമല്ല ഇത് പ്രായോഗികമല്ല. ഇപ്പൊ തന്നെ ഒരു എയർക്രാഫ്റ്റ് പറന്നുയരുന്നു, അതിനകത്ത് നൂറുകണക്കിന് മിസൈലുകൾ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ മിസൈലുകൾ വേണ്ട, ഈ പറയുന്ന പോലെ ഡ്രോണുകൾ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഇത് നമ്മളെ പോലെയുള്ള ഒരു രാജ്യം, ശത്രു രാജ്യം ഈ പറയുന്ന ഇപ്പൊ ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ പ്രയോഗിക്കുന്ന ഡ്രോണുകൾ അല്ലെങ്കിൽ വിമാനങ്ങൾ അല്ലെങ്കിൽ മിസൈലുകൾ, ഇതൊക്കെ നമ്മൾ ഡിക്റ്റേറ്റ് ചെയ്തിട്ട് നോട്ട് ചെയ്തിട്ട് അവനെ നശിപ്പിച്ചു കളഞ്ഞില്ലേ. ഇതിനകത്ത് ഏറ്റവും വലിയൊരു അപകടം എന്താണ്? അത് ഒരു ഡ്രോണിനെ നശിപ്പിക്കാൻ നമുക്ക് അല്ലെങ്കിൽ ആയിരക്കണക്കിന് ഡ്രോണുകളെ വരുമ്പോൾ ആയിരക്കണക്കിന് ഡ്രോണുകളെയും ആയിരക്കണക്കിന് ഈ പറയുന്ന ആന്റി ഡ്രോണുകൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ നമ്മുടെ മിസൈൽ സംവിധാനം ഉപയോഗിച്ചോ നമ്മൾ തകർന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഉദാഹരണത്തിന് ചൈന ഇങ്ങനത്തെ ഒരു മദർഷിപ്പ് ഡ്രോണുമായിട്ട് വരുന്നു, മദർഷിപ്പ് ഡ്രോണിന്റെ എയർക്രാഫ്റ്റ് വരുന്നു, അത് ഇന്നടത്ത് നിൽക്കുന്നു, നമ്മൾ ആ സാധനത്തെ നോട്ട് ചെയ്യുന്നു. നോട്ട് ചെയ്തതിന് ശേഷം ഈ ഒറ്റ ഒരു മിസൈൽ അല്ലെങ്കിൽ നമ്മുടെ ബ്രഹ്മോസിനെ പോലുള്ള മിസൈൽ അല്ലെങ്കിൽ നമ്മളുടെ വേറെ ഏതെങ്കിലും ഒരു മിസൈൽ, ഉദാഹരണം പറയും, ഈ മിസൈൽ ഒറ്റ മിസൈൽ മതി ഇത് മൊത്തം കൂടെ തകർന്നു പോകുന്നു. അപ്പൊ അതിന്റെ ഒരു ഡ്രോബാക്ക് അങ്ങനെ ഉണ്ട്. ഇവിടെ പറഞ്ഞ പോലെ ഇത് കണ്ണി കൊണ്ട് കാണാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ വേറെ റഡാർ സംവിധാനത്തിലൊക്കത്തില്ല, പ്രതിരോധ സംവിധാനത്തിലേക്ക് അതിജീവിക്കാമെന്ന് പറഞ്ഞ് ഇന്ത്യക്കെതിരെ വിട്ട PL-15 അല്ലെങ്കിൽ അതുപോലെയുള്ള മിസൈലുകളൊക്കെ നമ്മൾ നിസ്സാരമായിട്ട് അടിച്ചു കളഞ്ഞു. നമ്മൾ ജാം ചെയ്ത് നമ്മൾ അവനെ ജീവനോടെ പിടിച്ചു. അപ്പൊ ഇതിനകത്ത് ഈ പറയുന്നത് പോലെ ഒരു മദർഷിപ്പ് ഡ്രോൺ ഉണ്ടായെന്ന് വെച്ചോ, ഉണ്ടായിട്ടൊന്നുമില്ല, ഇതൊരു കുങ്കുപറച്ചില. സിന്ദൂറിന് ശേഷം പല രാജ്യങ്ങളും പരാജയപ്പെട്ടതിനകത്ത് വരുന്ന രാജ്യമായി പറഞ്ഞതുപോലെ പ്രതിരോധ സംവിധാനത്തിനും ആയുധത്തിനകത്തും അല്ലെങ്കിൽ മിസൈലുകൾക്കകത്തും ഒക്കെ ഇന്ത്യക്കെതിരെ പ്രയോഗിച്ചത് 81% വരുന്ന ആയുധങ്ങളും ചൈനയുടേതാവുമ്പോൾ ആ 81% വരുന്ന ആയുധങ്ങളും അല്ലെങ്കിൽ അവരുടെ പ്രതിരോധ സംവിധാനങ്ങളും അവരുടെ റഡാർ സംവിധാനങ്ങളും ഒക്കെ പരാജയമാണെന്ന് ലോകം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിനെയൊക്കെ ജാം ചെയ്ത് ഇന്ത്യ അവിടെ കയറി ആക്രമിച്ചു എന്ന് പറയുമ്പോൾ അതിനെയൊക്കെ അതിജീവിക്കാൻ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ല, ഞങ്ങൾ വലിയ ആളാണെന്ന് കണ്ട് ഇപ്പൊ ചൈനയുടെ ഒരു ഗിമിക്കാണിത്, ഇതുവരെ ഡെവലപ്പ് ചെയ്തിട്ടൊന്നും ഇല്ല, ആ ഗിമിക്കാണ്. ആ രീതിയിലേക്ക് ചൈനയ്ക്ക് പിടിച്ചു നിൽക്കണം. നിങ്ങൾക്കറിയാമോ ചൈനയുടെ ഈ പറയുന്ന ചൈനയുമായിട്ട് കൂട്ടി ആയുധ കച്ചവടം നടത്തിക്കൊണ്ടിരുന്ന കമ്പനിയുടെ ഒക്കെ ഷെയർ താഴെ അറ്റം പോയിട്ട് അവിടെ കിടക്കുക ഇപ്പോഴും നമ്മൾ ഈ സിന്ദൂറിന്റെ വിഷയത്തിന് ശേഷം. അപ്പൊ ആ രീതിയിലേക്ക് മാത്രമല്ല, ചൈനയുടെ കയ്യിൽ നിന്ന് ആയുധങ്ങൾ മേടിച്ചിരുന്ന രാജ്യങ്ങൾ, ചൈനയുടെ കയ്യിൽ നിന്ന് നിരന്തരമായിട്ട് ആയുധങ്ങൾ വാങ്ങിക്കാൻ കരാറുണ്ടാക്കിയ രാജ്യങ്ങൾ, അല്ലെങ്കിൽ ഇപ്പൊ ആ രാജ്യങ്ങളെല്ലാം ആശങ്കയിലാണ്. ഈ ലോകരാജ്യങ്ങൾ മൊത്തം ഈ ആയുധ കച്ചവടം ഒരുപക്ഷെ ഇപ്പൊ പറയുന്ന റഷ്യയുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ചൈനയുടെ ഭാഗത്തു നിന്നും മറ്റു പല യൂറോപ്യൻ കൺട്രീസിന്റെ ഭാഗത്തു നിന്നും മാറ്റി ഇന്ത്യയുടെ കയ്യിൽ നിന്ന് ആയുധം മേടിച്ചാൽ കൊള്ളാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇന്ത്യയിൽ നെറികേട് കാണിക്കുന്ന രാജ്യമല്ല, അതിനകത്ത് വലിയൊരു നെറിയുള്ള രാജ്യമാണ്. മാത്രമല്ല നമ്മുടെ രാജ്യത്തിന്റെ ആയുധങ്ങൾക്ക് ഈ പറയുന്നത് പോലെ വിലക്കുറവാണ്. അതുപോലെ അതിന്റെ കാര്യശേഷി, പറയുന്ന കാര്യശേഷി ഉണ്ട്. ബ്രഹ്മോസ് മിസൈൽ ഇത്ര ദൂരം പോകും, ഇന്നടത്ത് പോയി അടിക്കും, അതിനെ
ഇന്നതിനെ ഡിക്റ്റേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ റഡാറിന് കൈ കിട്ടത്തില്ല, അല്ലെങ്കിൽ പ്രതിരോധ സംവിധാനത്തെ അതിജീവിക്കുക എന്ന് പറഞ്ഞാൽ അതിജീവിക്കും. അതുപോലെ ഇപ്പൊ തന്നെ അറിയാമല്ലോ, അസർബൈജാൻ എന്ന് പറയുന്ന രാജ്യമുണ്ട്. അവിടെ ഈ അർമേനിയ എന്ന് പറയുന്ന രാജ്യമാണെന്ന് തോന്നുന്നു, ഒരു ക്രിസ്ത്യൻ രാജ്യം ഉണ്ടല്ലോ. ആ രാജ്യമായിട്ട് യുദ്ധമാണ്. അവിടെ നമ്മൾ ഈ അർമേനിയക്ക് നമ്മൾ ആയുധം കൊടുക്കുന്നുണ്ട്, അസർബൈജാൻ ചോദിച്ചിട്ട് നമ്മുടെ കൊടുക്കത്തില്ല. അതേസമയം ചൈനക്കാരനാണെങ്കിൽ അവനും കൊടുക്കും ഇവനും കൊടുക്കും, അപ്പൊ അമേരിക്കക്കാരനും കൊടുക്കും അവനും കൊടുക്കും ഇവനും കൊടുക്കും. അപ്പൊ നമ്മളുടെ ഒരു രാജ്യത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇത് ലോകത്തിനറിയാം, ഇന്ത്യ ചതിക്കുന്ന രാജ്യമല്ല, ഇന്ത്യ എത്തിക്സ് ഉള്ള രാജ്യമാണ്. ഇന്ത്യ അടുത്ത് ഇപ്പൊ റഷ്യ അടുത്ത് നമ്മൾ പണ്ട് തൊട്ടേ നമ്മുടെ സുഹൃത്താണ്. അപ്പം ഏത് വിഷയം വന്നാലും റഷ്യയെ വിട്ടിട്ട് ഒരു കളി നമുക്കില്ല. അമേരിക്ക പറഞ്ഞാലും ഇല്ല, ലാഭം നാളെ കാലത്ത് അമേരിക്കയുടെ കൂടെ നിൽക്കാന്ന് പറയുമ്പോൾ അമേരിക്ക കുറച്ച് കൂടുതൽ ലാഭം ഉണ്ടായത് അതവിടെ നിൽക്കട്ടെ, ഞങ്ങൾക്ക് പരമ്പരാഗതമായിട്ട് ഇസ്രായേലിനെ വിട്ടൊരു കളിക്ക് നമ്മൾ നിൽക്കുമോ? നമ്മുടെ ഒന്നുമില്ലാത്ത സമയത്ത് ഇസ്രായേൽ നമ്മുടെ കൂടെ ഉണ്ട്. ഇപ്പൊ നമ്മൾ വലിയ 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 കോടീശ്വരനാണ്. സാധാരണ ഒരു മനുഷ്യന്റെ രീതിയിൽ പറയാം, കോടീശ്വരനാവുകയും വലിയ ലക്ഷപ്രഭുവൊക്കെ ആകുമ്പോൾ നമ്മള് നീ അവിടെ നില്ല്, ഞാൻ ഇപ്പൊ നിന്റെ ബന്ധമൊന്നും വേണ്ട എന്ന് പറയുന്ന ഒരു സമീപനം നമുക്കില്ല മറ്റു പലരും. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ ആൾക്കാർ ലോകരാജ്യങ്ങൾ വിശ്വസിച്ചു തുടങ്ങി എല്ലാ രീതിയിലും. ഇന്ത്യയുടെ ആയുധങ്ങൾ കൊള്ളാം, ഇന്ത്യയുമായിട്ട് കരാർ ഏർപ്പെട്ട ജനുവിനാണ്, ഇന്ത്യയിൽ കരാർ ഏർപ്പെട്ട ആയുധങ്ങൾ മേടിക്കുന്നതിന് വിലക്കുറവാണ്, അതിനെ വിശ്വസിക്കാവുന്ന രീതി. ഇപ്പൊ ചൈനയിൽ 60-ന് ശേഷം, എനിക്ക് 60-ന് റഷ്യയുമായിട്ടൊരു യുദ്ധം ഉണ്ടായി. 60-ന് ശേഷം യുദ്ധം ഉണ്ടായിട്ടില്ല. ഇവര് മേളിൽ കാണിക്കുന്ന സർക്കസേ ഉള്ളൂ, മേപ്പോട്ട് പറത്തി വിടുന്നു, വിമാനം അങ്ങോട്ട് പോകുന്നു, മിസൈൽ കണ്ടോ ഇത്രയും ദൂരം പോയി. ഇത് പ്രയോഗിച്ചത് ഇപ്പൊ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധത്തിനില്ലേ, പ്രയോഗിച്ചതെല്ലാം ഫെയിലറായി പോയില്ലേ? നമ്മുടെ കുഞ്ഞു പിള്ളേരുടെ കയ്യിൽ പൂത്തിരി കത്തിച്ചു കൊടുക്കുന്ന പോലെ ആയില്ലേ അവന്റെ സാമാനമല്ല. അപ്പൊ ഇതിനുള്ള പറയുന്നത് പോലെ ഇവന്റെ ആയുധങ്ങൾക്ക് ലോകത്തിലുടനീളം ഈ അംഗീകാരമില്ലാതായി. ഡ്യൂപ്ലിക്കേറ്റ് ആണോ ഈ പറയുന്ന പ്രയോജനവും അല്ലെങ്കിൽ കാര്യശേഷിയും ഒക്കെ ഇതിന് ഉണ്ടോ എന്നുള്ള രീതിയിലേക്ക് ഒരു ചർച്ചയായി. അതിനകത്ത് അമേരിക്കയും പെട്ടു. അമേരിക്കയിൽ F-16 ആണെന്ന് തോന്നുന്നു, ആ വിമാനം പലവട്ടം തകർന്നു പോയി. അവർ പറയുന്ന റഡാറിന് പോലും ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റാത്ത വിമാനമാണെന്ന് പറഞ്ഞുകൊണ്ട് ലോകത്ത് മൊത്തം കൊടുത്തോണ്ടിരുന്ന വിമാനമാണ്. പല സംവിധാനങ്ങൾ അതിനകത്ത്, പല മിസൈലുകൾ ഘടിപ്പിക്കാവുന്ന സംവിധാനങ്ങൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതൊക്കെ നമ്മൾ ഈസി ആയിട്ട് അടിച്ച് നമ്മൾ ഊരക്കളഞ്ഞു. ഇപ്പൊ കഴിഞ്ഞ സിന്ധൂരിന്റെ യുദ്ധത്തിന് നേരത്തെ നമ്മളെ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയ സമയത്ത് നമ്മൾ അടിച്ച് അന്നേ കളഞ്ഞതാ. അപ്പൊ അമേരിക്കയ്ക്ക് നാണക്കേടായി. അപ്പൊ ഇതിനകത്ത് വിജയിച്ച് നിൽക്കുന്ന രണ്ട് രാജ്യങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ റഷ്യയും ഇന്ത്യയും ഉള്ളു. അപ്പൊ ഈ റഷ്യ ഇപ്പൊ S-500-നകത്ത് അവര് ഡെവലപ്പ് ചെയ്ത് വെച്ചേക്കും, അവർ അനൗൺസ് ചെയ്തിട്ടില്ലെന്നേ ഉള്ളൂ. അതിന്റെ ഈ S-400-നെക്കാട്ടി വലിയ പ്രതിരോധ സംവിധാനം. അപ്പൊ അതിന്റെ കൂടുതൽ സാധനങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടി ഇപ്പൊ റഷ്യയെ സംബന്ധിച്ചിടത്തോളം പൈസയ്ക്കൊക്കെ ശകലം ബുദ്ധിമുട്ടുണ്ട്. ഇത്ര കാലം കൊണ്ട് യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്, സാമ്പത്തിക ബുദ്ധിമുട്ട്, ക്രൈസിസ് ഉണ്ട്. അപ്പം ഇന്ത്യ അടുത്ത് പറഞ്ഞിരിക്കുക നമുക്ക് രണ്ടുകൂടെ ഒന്നിച്ച് ഉണ്ടാക്കാം. കാരണം അവരുടെ ടെക്നോളജി, ബ്രഹ്മോസ് അവരുടെ ടെക്നോളജിയാണ്. നമ്മളെ ബ്രഹ്മോത്രയുടെ അവരുടെ ഏതോ ഒരു സ്ഥലത്തിന് കൂടെ പേരിട്ടാണ് ഇനി പേര് പോലും ഇട്ടിരിക്കുന്നത്. അപ്പൊ അവരുടെ ടെക്നോളജി നമുക്ക് തരുന്നുണ്ട്, നമ്മളെ അവർക്ക് വലിയ വിശ്വാസമാണ്. കാരണം നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ബിസിനസ് ചെയ്താൽ അതിന് അവർക്ക് പറയുന്ന വീതം അവർക്ക് കൊടുക്കും, അല്ലെങ്കിൽ എല്ലാം ചെയ്യും. അപ്പൊ ആ രീതിയിൽ അവർക്ക്, അപ്പൊ S-500 വേണമെങ്കിൽ നമ്മുടെ മേക്കിംഗ് ഇന്ത്യയായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിൽ നിർമ്മിക്കാം, ഇന്ത്യയിൽ അതിനൊരു തയ്യാറെടുപ്പ് നടത്തിക്കോളാം എന്ന് പറഞ്ഞ ടോക്കുകളൊക്കെ നടന്നിട്ടുണ്ട്. മാത്രമല്ല കൂടുതൽ പ്രതിരോധ സംവിധാനങ്ങൾ റഷ്യയുമായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്നതിന് വേണ്ടിയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഇത് ലോകത്ത് മൊത്തം അറിയാം, റഷ്യക്കും ലോകത്ത് അംഗീകാരമായി. S-400 ഇപ്പം യുദ്ധം ചെയ്ത് കാണിച്ച നമ്മളല്ല. അപ്പൊ മാത്രമല്ല തുർക്കിയുമായിട്ടുള്ള യുദ്ധത്തിൽ S-400 അവിടെ അതിജീവിച്ച് അവിടെ ഡ്രോണുകൾ വീണെടുത്താണ്. ഇപ്പൊ നമ്മൾ S-400-നകത്ത് ചില സുദർശന എന്ന് പറഞ്ഞാൽ നമ്മുടെ ചില പ്രതിരോധ സംവിധാനങ്ങൾ കൂടി കൂട്ടിയോജിപ്പിച്ച് നമ്മളത് ഇതിനെ ഒരു ഡ്രോൺ പോലും ഇവിടെ വരുന്നത് 1000 ഡ്രോണൊക്കെ വന്നിട്ടുണ്ടെന്ന് അപ്പൊ ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നത്. അതിന്റെ കൂടെ മിസൈലും പിന്നെ ഫൈറ്റർ ജെറ്റുകളും ആക്രമിക്കാൻ വന്നിട്ടുണ്ട്. ഇതിനെയെല്ലാം ഇവിടെ വീഴാതെ അപ്പുറത്തിട്ടിട്ടുണ്ട്, ഇവിടെ വീണിട്ടുള്ളതെല്ലാം നമ്മൾ ജീവനോടെ പിടിച്ചിട്ടുണ്ട്, എല്ലാം ജാം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിനെയൊക്കെ അതിജീവിക്കാൻ വേണ്ടി അമേരിക്ക എന്ന് ഞങ്ങളുടെ പ്രതിരോധ സംവിധാനം ഇനി ആർക്കും തടയാൻ പറ്റത്തില്ല. ഇവനെന്തിനാ ഇപ്പൊ ഇത് കാണിക്കുന്ന അമേരിക്ക ഇയാളെ ആരണ്ട് അടിക്കാൻ ചെല്ലുന്നോ? അപ്പൊ എല്ലാവർക്കും പേടിയായി തുടങ്ങി. പ്രതിരോധ സംവിധാനം ഞങ്ങളിപ്പോ ഏറ്റവും വലിയ സാധനം ഞങ്ങളുടെ കയ്യിലുണ്ട്, ഞങ്ങൾ നാളെ കാലത്ത് ഈ 2 കൊല്ലത്തിനകം അതെല്ലാം ശരിയായിക്കൊണ്ടിരിക്കുക, ഞങ്ങളുടെ പ്രതിരോധ സംവിധാനം വരും. പിന്നെ ആർക്കും നമ്മൾ ആലോചിച്ച മിസൈലിന്റെ കാര്യം ആലോചിച്ചാൽ പോലും അങ്ങ് ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റുമെന്നാ അമേരിക്ക ഈ ഗോൾഡൻ ഡോമിന്റെ കാര്യം പറഞ്ഞത്. അയൺ ഡോം അല്ല, ഗോൾഡൻ ഡോം. അത് ചോദിച്ചപ്പോൾ അയൺ ഡോം ഗോൾഡൻ. അതുപോലെ തന്നെയാണ് ഈ മദർഷിപ്പ് ഡ്രോൺ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഈ പറയുന്ന പോലെ കൺസെപ്റ്റ് മാത്രമാണ്. അതിനുശേഷം ഈ പറയുന്ന പോലെ ഇവർക്ക് കുറെ ആൾക്കാരുണ്ട് ഈ പറയുന്ന പോലെ കൺസെപ്റ്റ് ഇതുപോലെ പബ്ലിസിറ്റി കൊടുക്കാൻ വേണ്ടി പാകിസ്ഥാൻ അതുപോലെ കുറെ അറബി രാജ്യങ്ങളും ഒക്കെ ഉണ്ട് ഈ ചൈനയെ പോലുള്ളവരെ പ്രൊമോട്ട് ചെയ്യുന്നത്. ഈ അമേരിക്കയുടെ ഒക്കെ ശത്രുവായിട്ട് അവരൊക്കെ ഇതുങ്ങൾ വിട്ടുകൊണ്ടിരിക്കാണ്ട് സംവിധാനത്തിൽ കൂടി ഇപ്പൊ എന്തും ക്രിയേറ്റ് ചെയ്യാവും അപ്പൊ കാണിച്ചുകൊണ്ടിരിക്കും. മാത്രമല്ല നേരത്തെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പരാജയപ്പെട്ടൊരു സംവിധാനമാണ് ഈ മദർഷിപ്പ് അയൺ ഡോൺ സംവിധാനം എന്ന് പറയുന്നത്. ഇതേ കൺസെപ്റ്റുമായിട്ട് പണ്ട് അമേരിക്ക വന്നായിരുന്നു. അമേരിക്ക വന്നെന്ന് പറഞ്ഞാൽ അമേരിക്ക അന്ന് ഇതല്ല, നമുക്കറിയാം ഇപ്പൊ യുദ്ധക്കപ്പലുകൾ അറിയാലോ. എന്നിട്ട് നമ്മൾ സൈനിക യുദ്ധത്തിന് ഉപയോഗിക്കുന്ന വിമാനങ്ങൾ പേരൊക്കെ ഉണ്ടായ യുദ്ധക്കപ്പലുകൾ വരുന്നു. ഇതേ ഒരു കൺസെപ്റ്റ് വലിയ ഒരു മദർഷിപ്പ്
ഫ്ലൈറ്റിനകത്ത് ഇതുപോലെ കൂടുതൽ യുദ്ധവിമാനങ്ങളെ പേരെക്കൊണ്ട് പറക്കുക. ഇപ്പൊ ഈ മദർഷിപ്പ് ഡ്രോണിന്റെ കാര്യം പറഞ്ഞത്, എന്നിട്ട് അത് ഒരു പ്രത്യേക സ്പോട്ടിൽ ചെല്ലുകയാണ്, ശത്രുരാജ്യത്തിനെ ആക്രമിക്കാൻ സ്പോട്ടിൽ ചെല്ലുക, എന്നിട്ട് അവിടുന്ന് ഈ പറയുന്ന വിമാനത്തിൽ നിന്ന് എല്ലാം കൂടെ പറന്ന് വിവിധ മേഖലയിൽ പോയി ആക്രമിച്ചിട്ട് തിരിച്ചിവിടെ വരുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനം ആലോചിച്ചു. അവസാനം ഇത് പറന്നു പോകാൻ പറ്റുമോ, തിരിച്ച് പറന്ന് ഇതിനകത്ത് കയറാൻ പറ്റുമോ, കയറുന്നതിനകത്ത് റിസ്ക് ഉണ്ട്, അല്ലെങ്കിൽ തന്നെ ഈ പറഞ്ഞതുപോലെ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഒറ്റ വെടിയുണ്ട മതി. ഇപ്പൊ ഒരു വിമാനത്തിനകത്ത് ഒരു 10-25 വിമാനം കയറിക്കൊണ്ട് പോകുമ്പോൾ നമുക്ക് ഈ 20 വിമാനം 20 ഇടത്തോടെ വന്നാൽ 20 വെടിയുണ്ട വേണം, അല്ലെങ്കിൽ 20 മിസൈൽ വേണം. ഇപ്പൊ ഒറ്റ വെടിയുണ്ട മതി. മദർഷിപ്പിനെ അടിച്ചു കളയാമെങ്കിൽ ഈ 21 കൂടെ ഒറ്റ മിസൈലിനകത്ത് തറയിൽ പോകും. അപ്പൊ അത് അമേരിക്ക പോലും നേരത്തെ ഇത്തരത്തില് ഡ്രോണിന്റെ സംവിധാനമായിട്ട് ഇപ്പം ചൈന വരിക ഞങ്ങൾ ഉണ്ടാക്കാൻ വിചാരിച്ചു അല്ലെങ്കിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇത് നേരത്തെ അമേരിക്ക ആലോചിച്ചതാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പല്ല, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അമേരിക്ക ആലോചിച്ചതാണ്. അപ്പൊ അത് അന്ന് അവര് ഈ മാതിരിയുള്ള ഡ്രോബാക്സ് കൊണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിൽ നടക്കാത്തൊരു കാര്യം കൊണ്ട് മാറ്റിവെച്ചതാണ്. അപ്പം ഈ പറയുന്ന ഗോൾഡൻ ഡാം അല്ലെങ്കിൽ മദർഷിപ്പ് ഡ്രോൺ ഇതൊക്കെ ഇപ്പം ഈ പറയുന്ന സിന്ദൂറിന് ശേഷം വന്നിരിക്കുന്ന ഞങ്ങൾ ആണ് വലുത്, ഞങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഞങ്ങളുടെ കയ്യിലാണ് ഏറ്റവും കൂടുതൽ സംവിധാനം എന്നൊക്കെയുള്ള രീതിയിൽ രാജ്യം മത്സരിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഗിമിക്ക് എന്നൊക്കെ ഇപ്പൊ പറയാൻ പറ്റത്തുള്ളൂ. അമേരിക്കയിൽ നിന്നും ഈ ഗോൾഡൻ ഡോമിനെ പറ്റി ഒന്നും ആയിട്ടില്ല എന്ന് പറയുന്നു. ചൈനയിൽ നിന്നും വരുന്ന റിപ്പോർട്ടും ഇത് തന്നെയാണ്. ഇതൊരു കൺസെപ്റ്റ് ആണ്. ഇതിനെ AI സംവിധാനം വെച്ചിട്ട് ഇങ്ങനെ ആക്കാൻ പറ്റും, അതിനെപ്പറ്റി ആലോചിക്കുന്നു, അല്ല ഒന്നും വെളിയിൽ വന്നിട്ടില്ല എന്നാണ് നമ്മൾക്ക് അറിയുവാൻ സാധിക്കും. അത് പൂർണ്ണമായിട്ടും ഈ രണ്ട് കാര്യങ്ങളും ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാനുള്ള ഗിമ്മിക്കാണെന്ന് തന്നെ പറയാം. ഒരു പരിധി വരെ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം. കാരണം ഇതിനകത്ത് വ്യക്തത ഇല്ലല്ലോ. നമ്മളിപ്പോ അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ വ്യക്തത ഉണ്ടാക്കി തരുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ വന്നിട്ടില്ല. ഉണ്ടെന്ന് പറയുന്നല്ലോ. ഭൂതമുണ്ട് എന്ന് പറയുന്നേ ഉള്ളൂ. നമ്മൾ ഈ ഭൂതത്തെ കണ്ടിട്ടുള്ള ആൾക്കാർ വളരെ കുറവല്ലേ എന്ന് പറഞ്ഞല്ലോ. പക്ഷെ നമ്മളിപ്പോ പറയുന്നത് അങ്ങനെയല്ല. നമ്മൾ കഴിഞ്ഞ ദിവസം ഈ ഭാർഗവാസ്ത്രം അതാണ്ട് കിടക്കുന്നു, പരീക്ഷിച്ച് ലോകം മൊത്തം കണ്ടു, ഞങ്ങൾ പരീക്ഷിക്കാൻ പോകും. അതിനു മുമ്പ് നമ്മളെ വേറെ ചില മിസൈലുകൾ അറിയാമല്ലോ, ആന്റി ഡ്രോൺ സംവിധാനം പരീക്ഷിച്ചതാണ്ട്. അങ്ങനെ ലോകത്തെല്ലാം ചെയ്യാറുണ്ട്. നമ്മൾ ഇപ്പൊ തന്നെ നമ്മൾ കഴിഞ്ഞ ടോക്ക് സംസാരിച്ചില്ലേ, കഴിഞ്ഞ ദിവസം 2-ാം തീയതി അമേരിക്ക സൂപ്പർസോണിക് ഹൈപ്പർസോണിക് മിസൈൽ പരീക്ഷിച്ചില്ലേ. ആ മിസൈൽ ലോകമെല്ലാം അറിഞ്ഞല്ലോ. അപ്പൊ ഇത് ഉണ്ടെങ്കിൽ കാണിക്കട്ടെ, അത് കാണിക്കുകയും ചെയ്യല്ലോ. കാരണം ഇത് ബിസിനസ്സും കൂടെ ആണല്ലോ. കാരണം ഇങ്ങനത്തെ കാണിച്ചാൽ മാത്രമല്ലേ ബാക്കിയുള്ള രാജ്യങ്ങൾ ഇത് വേണമെന്ന് പറഞ്ഞ് ചെല്ലത്തുള്ളൂ. അപ്പൊ ഉണ്ട് എന്ന് പറയുന്നതിനകത്ത് ആ രാജ്യത്തിനകത്ത് നിന്ന് തന്നെ പറയുന്നു ഇത് ഉണ്ടായിട്ടില്ല, ഇതൊരു കൺസെപ്റ്റ് അവരിങ്ങനെ അവതരിപ്പിക്കുന്നു, ഉണ്ടാകുന്ന ഒരവസ്ഥ ഉണ്ടാകുമായിരിക്കാം എന്ന് മാത്രമേ വിചാരിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.